ഇറാനുമേൽ ഇസ്രയേൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വാർഫെയർ തന്ത്രം. അതേ തന്ത്രം ഉപയോഗിച്ച് ഇസ്രയേലിന് ഇറാൻ മറുപടി കൊടുക്കാനൊരുങ്ങുന്നു. ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതേ തന്ത്രം തിരിച്ചും പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. യുദ്ധം കടുക്കുകയാണ്. ഈ സംഘർഷം ഇനി വെറും സൈനികരിലും ആയുധങ്ങളിലും മാത്രം ഒതുങ്ങില്ല എന്നതിന്റെ വളരെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. ഇപ്പോൾ റോഡുകൾ, വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, ചുരുക്കത്തിൽ ഒരു രാജ്യത്തെ എന്തൊക്കെയാണ് മുന്നോട്ട് നയിക്കുന്നത് അതെല്ലാം ഈ ആക്രമണങ്ങളുടെ പരിധിയിൽ വരുന്നു. ഈ ഒരു തന്ത്രത്തെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ ഉള്ളിൽ ചെന്ന് ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഒരു തന്ത്രമാണിത്. വൈദ്യുതി തടസ്സം ആശുപത്രികളെയും സ്കൂളുകളെയും വീടുകളെയും ഒക്കെ ഒരുപോലെ ബാധിക്കും. അങ്ങനെ ആ രാജ്യത്തെ മൊത്തമായി ഇല്ലാതാക്കാനുള്ള ഒരു തന്ത്രം. ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ മറിച്ചും ആക്രമിക്കും എന്നാണ് ഇറാൻ സൈന്യം ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും ജോർദാനിലെയും പാലങ്ങൾ ആക്രമിക്കും എന്ന ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. കുവൈത്തിലെ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് കടൽപ്പാലം, സൗദി അറേബ്യയെ ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷെയ്ഖ് സായിദ് പാലം, ഷെയ്ഖ് ഖലീഫ പാലം, ജോർദാനിലെ കിങ് ഹുസൈൻ പാലം, ഡാമിയ പാലം, അബ്ദുൻ പാലം എന്നിവ ആക്രമിക്കും എന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ടെഹ്റാനിലെ പാലം തകർത്തതിന്റെ പ്രതികാരമായാണ് ഇറാന്റെ നടപടി. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള കറാച്ചിലെ B1 പാലമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമിച്ചത്.